പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കാൻ, ഒരുമിച്ച് കൂടുവാൻ കർത്താവ് സഹായിച്ചതിനോട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുന്ന ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വളരെ വളരെ സൈലൻസ് ഹല്ലേലൂയ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ സൗദി അറേബ്യയിലായിരുന്നത് കൊണ്ട് അവിടുത്തെ എത്ര മെച്ചപ്പെട്ട വീടുകൾ ഞങ്ങൾ ആരാധനയ്ക്കെടുത്താലും അത് ഞങ്ങൾ സൗണ്ട് പ്രൂഫ് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഒരു കാരണം, ഞങ്ങളുടെ ശബ്ദം പുറത്താരും കേൾക്കരുത്. എന്നാൽ ഞങ്ങൾ അകത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എത്ര ശബ്ദം വെച്ചാലും ആരും അകത്ത് കേൾക്കില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മാക്സിമം ശബ്ദത്തിലാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ഇവിടെ ആയിരിക്കുന്നത് കർത്താവിൻ്റെ സന്നിധാനത്തിൽ സൈലൻ്റ് ആയിരിക്കാനല്ല. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ ലോക ജീവിതത്തിൽ കൂടി കടന്നു പോയപ്പോൾ ദൈവത്തിന് സ്തോത്രം, പലവിധമായ സാഹചര്യങ്ങളിൽ കൂടി, അപ്പ് ആൻഡ് ഡൗൺസിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിൽ കർത്താവ് കാത്ത് സൂക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ വന്നിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, കർത്താവ് സൂക്ഷിച്ച അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമാണ്. 103-ാം സങ്കീർത്തനം എന്താണ് പറയുന്നത്? എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. പിന്നെന്തുവാ? അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും, ഫോർഗറ്റ് നോട്ട് ഓൾ ഹിസ് ബ്ലെസ്സിങ്സ്, ഒന്നും മറക്കാതെ ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയണം. ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. എബ്രായർ 10:38 വായിക്കാമോ? ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധാനത്തിൽ അവിടുത്തെ വചനവുമായിട്ട് ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം വാക്കുകളല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച കർത്താവെ ഞങ്ങളിൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തിന് അത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോർഡ്, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ ഒരു ഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് അല്പം ചിന്തിച്ച് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അവിടുത്തെ ആ സ്റ്റാർട്ട് എങ്ങനെയാണ്? ഹല്ലേലൂയ. മൈ റൈച്ചസ്. ഹല്ലേലൂയ. എൻ്റെ നീതിമാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് വിശ്വാസത്താൽ ജീവിക്കാൻ കഴിയുന്നത് ആർക്കാണ്? ദൈവത്തിൻ്റെ, എൻ്റെ നീതിമാനാണ്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു പദവിയിലേക്ക് ഉയരുന്ന ഒരാൾക്ക് മാത്രമേ ആ വിശ്വാസത്താൽ ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇത് വളരെ ആനുകാലികമായി നോക്കുമ്പോൾ വളരെ പ്രസക്തിയുള്ളതായിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്നാണ് എൻ്റെ വിചാരം. കാരണം വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിൽ ലോകം എന്തുമാത്രം അഡ്വാൻസ് ആയി എന്ന് നാം ചിന്തിക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ മധ്യത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചു വരുന്ന ഒരു ചുറ്റുപാടിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് നിൽക്കുന്ന ഒരാൾക്ക് ഹല്ലേലൂയ ഇതിനെല്ലാം തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രസക്തമാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. ജോർജ് മുള്ളർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ദൈവദാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. UK-യിൽ ബ്രിസ്റ്റോൾ എന്ന പട്ടണത്തിൽ അദ്ദേഹത്തിന് ഓർഫനേജും മറ്റ് ഒക്കെ പ്രസ്ഥാനങ്ങളുമൊക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു രാത്രിയിൽ 2 മണിക്ക്
തൻ്റെ പ്രാർത്ഥനാ റൂമിലിരുന്നു കൊണ്ട് താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയേണ്ട സാഹചര്യമുണ്ടായി. പ്രഭാതം, രാത്രി 2 മണി, പ്രഭാതത്തിൽ കുഞ്ഞുങ്ങൾ പാത്രവുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വരുമ്പോൾ അവർക്ക് കൊടുക്കുവാനായിട്ട് അവിടെ ഒന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളില്ല. ഒരു അഭിഷക്തനെ സംബന്ധിച്ച്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ കരയുകയല്ലാതെ വേറെ വഴിയില്ല. ദൈവത്തിന് സ്തോത്രം. ആ പ്രാർത്ഥനാ മുറിയിൽ തനിക്ക് വെളിപ്പെട്ട തൻ്റെ വേദപുസ്തകം തുറന്ന് നോക്കുമ്പോൾ താൻ ആദ്യമായി കണ്ട വാക്യം ഇതാണ്: എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. അത് തനിക്ക് ആശ്വാസമായി. താൻ പ്രാർത്ഥിച്ച് ഉറങ്ങി. നേരം വെളുത്തപ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ ഭക്ഷണത്തിനായിട്ട് കുഞ്ഞുങ്ങൾ നിരന്ന് വന്ന് നിന്നു. അതിൻ്റെ ഡീന് ഈ കർത്താവിൻ്റെ ദാസനോട് ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ആഹാരം ലഭിച്ചതിനായി സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ആ പ്രാർത്ഥന തീരുന്നതായിട്ടുള്ള വേളയിൽ അവിടെ കോളിംഗ് ബെല്ലടിക്കുന്നതായിട്ട് കേൾക്കുവാനായിട്ടിടയായി. ചെന്ന് കതവ് തുറന്നപ്പോൾ അവിടെ ഒരു ട്രക്ക് ലോഡ് ബ്രെഡും അതിൻ്റെ സാധനങ്ങളുമായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. അവർക്ക് അത്ഭുതമായി. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ചോദിച്ചു, ഇത് നിങ്ങൾ ഇപ്പോൾ എങ്ങനെ ഇവിടെ വരുവാനിടയായി? ഇന്നലെ രാത്രി 2 മണിക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. നിങ്ങൾ രാവിലെ ജോർജ് മുള്ളറിൻ്റെ ഓർഫനേജിൽ പ്രഭാത ഭക്ഷണം കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞ് അവർ സന്തോഷത്തോടെ വാങ്ങിച്ച് അവർക്ക് ഭക്ഷണത്തിനിരുത്തി. ആ വേളയിൽ വീണ്ടും ഒരു കോളിംഗ് ബില്ലടിക്കുന്നതായിട്ട് കേൾക്കുവാനായിട്ടിടയായി. അവർ ചെന്ന് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ഒരു പാൽ വിൽക്കുന്നതായിട്ടുള്ള ഒരാൾ, അദ്ദേഹം വന്ന് മുട്ടുകയാണ്. എനിക്ക് കുറച്ച് പാൽ നിങ്ങൾക്ക് തരുവാനായിട്ട് ആഗ്രഹമുണ്ട്. അത് എൻ്റെ വണ്ടി അടുത്ത് വന്നപ്പോൾ കേടായിപ്പോയി. ഇനി ഇത് നന്നാക്കിയിട്ട് ഈ പാൽ വിതരണം ചെയ്താൽ അത് കൊടുക്കുവാനോ ഉപയോഗിക്കുവാനോ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. അവർ അത് വാങ്ങി അവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. ഞാൻ ഇത് പറഞ്ഞതിൻ്റെ സാരം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, യാതൊരു പ്രതീക്ഷയുമില്ലാത്ത അനുഭവത്തിൽ ഇത് നമുക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അധികമൊന്നും ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു എഫക്റ്റായിട്ട് നമുക്ക് തോന്നത്തില്ലായിരിക്കും. പക്ഷേ ആ ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരാളിനെ സംബന്ധിച്ച് അതൊരു വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നാം പലരും ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പല സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോയിട്ടുണ്ട്. കാരണം ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഈ പ്രായത്തിൻ്റെ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് മേഖലകളും താണ്ടിയാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വളരെ പല സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ എല്ലാം സാഹചര്യം, ഓരോ സാഹചര്യത്തിലും ദൈവം നമ്മോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്, ദൈവം എന്നോട് കൂടെ ഇരുന്നത് കൊണ്ടാണ്. അതേ ജോർജ് മുള്ളറിന് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് അദ്ദേഹത്തിന് ദൈവം അതിനുള്ള ഒരു വഴി ഉണ്ടാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വഴിമുട്ടി നിന്ന സാഹചര്യങ്ങളിൽ, മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഇരുന്ന സാഹചര്യങ്ങളിൽ, ഇനി എങ്ങനെയാകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട സാഹചര്യത്തിൽ പലപ്പോഴും ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച സാഹചര്യങ്ങളിൽ ഇല്ലേ എന്ന് നമുക്കൊന്ന് തിരിഞ്ഞ് നോക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല. ദൈവം ആരാണ്? ഈ അഖിലാണ്ടത്തെ മുഴുവനും സൃഷ്ടിച്ചവൻ, ഈ കാണുന്നതിനെല്ലാം സൃഷ്ടിച്ചവൻ. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ എല്ലാം കൺട്രോളിങ് മൗസ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നാം വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചതായിട്ടുള്ള അനർഘമായിട്ടുള്ള, ഹല്ലേലൂയ, സ്തോത്രം, അനർഘമായിട്ട് ഉള്ളതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലിരുന്ന് നമ്മളിത് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ സൈലൻ്റാണ്. എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഒരുപാട്. യെസ്, ഒരുപാട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് നാം പോകുന്ന വഴിയിൽ ദൈവവും കൂടെ പോരുന്നെങ്കിലേ ഉള്ള അവിടെ വിജയം, അല്ലെങ്കിൽ ഇല്ല. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ അതിന് വ്യത്യാസം. ഇന്ന് നമ്മൾ ക്ലെയിം ചെയ്യുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണെന്നാണ്. ഹല്ലേലൂയ, ബിക്കോസ് ഓഫ് അവർ എബിലിറ്റി.
ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാം നേടിയെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. പലതും നിങ്ങളുടെ വിചാരം പോലെ നടക്കാതെ പോകുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ വിചാരം പോലെ നടക്കാതെ പോയി ഒരുപാട് കാര്യങ്ങൾ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ അബൌട്ട് യു. എൻ്റെ കാര്യങ്ങൾ പലതും, ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ നടക്കാതെ പോയിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ മകൻ, ദൈവത്തിന് സ്തോത്രം, അവൻ 11ാം ക്ലാസ് പാസ്സായപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ഹാവ് നോ പ്ലാൻ യു ടു സെൻഡ് അബ്രോഡ്. ഹല്ലേലൂയ. ഇപ്പോഴേ മൈൻഡ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി. അന്നേരം ഫസ്റ്റ് അവൻ പറഞ്ഞു, നോ, ഐ വാണ്ട് ടു ഗോ. വൈ? അവൻ അവൻ്റേതായ കാരണങ്ങൾ നിരത്തി വെച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നീട് എയറോനോട്ടിക്കൽ കഴിഞ്ഞു, ഏവിയേഷൻ ഇലക്ട്രോണിക്സിൽ എംടെക് എടുത്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഒരു പ്ലാൻ കൊണ്ടുവന്നു ഫ്രാൻസിൽ പോകാനായിട്ട്, മാനേജ്മെൻറ്റ് കോഴ്സിന് ചേരാൻ. അവിടെ പോയി ഇതുവരെ അവിടെയാണ്. നൗ ടുഡേ he is the vice president of the church there. There are around 450 people gathering, and he is next to the pastor who is from America. ഞാൻ പറഞ്ഞത് ഇറ്റ് വാസ് ദാറ്റ്, ഇതൊന്നും എൻ്റെ പ്ലാനല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ വഴിയിൽ കൂടിയല്ല വിട്ടത്. എനിക്ക് അത് താല്പര്യമല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നവനാണ്. എത്ര പേര് വിശ്വസിക്കും? ഇത് ഞാൻ പറയാൻ എനിക്ക് വലുതാകാനും എൻ്റെ വലിപ്പത്തിനൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനാണ്. ഹല്ലേലൂയ. നൗ ഹീസ് വർക്കിംഗ് ഇൻ ദ എയർബസ്, ഇൻ ദ പ്രൊഡക്ഷൻ വിങ്. ദൈവത്തിന് സ്തോത്രം. 2015 പോയതാണ്. ദൈവത്തിന് സ്തോത്രം. വൈഫ് ഓൾസോ വർക്കിംഗ് ദയർ. ഞാനിത് പറഞ്ഞത് നമ്മുടെ തലമുറകളെ എല്ലാം ആക്കുന്നത് ദൈവമാണ്. യു ഹാവ് ടു ജസ്റ്റ് ലീവ് ടു ഗോഡ്. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മളെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല, ഒരു നാളും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, വിഷയങ്ങൾ, പ്രശ്നങ്ങൾ ഇതൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴുണ്ടല്ലോ, ദൈവസന്നിധിയിൽ നാം ഇട്ട് കൊടുക്കുമെങ്കിൽ, ദൈവസന്നിധിയിൽ അതിനുള്ള പ്രാഗൽഭ്യത്തോടെ നാം ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാതിരിക്കാൻ കഴിയില്ല. അതിനാണ് ദൈവം ഇരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തിന് സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു. അതേ, സദൃശവാക്യങ്ങൾ 18:10 പറയുന്നത്, ഹല്ലേലൂയ, ദ നെയിം ഓഫ് ദ ലോർഡ് ഈസ് എ സ്ട്രോങ് ടവർ, ദ റൈച്ചസ് റൺ ടു ഇറ്റ് ആൻഡ് ഈസ്, അടുത്ത വീട് പറയാമോ, സേഫ്. ഹല്ലേലൂയ. ദ നെയിം ഓഫ് ദ ലോർഡ് ഈസ് എ സ്ട്രോങ് ടവർ. യേശുവിൻ്റെ നാമം, കർത്താവിൻ്റെ നാമം, അത് ഒരു സ്ട്രോങ് ടവറാണ്. ഹല്ലേലൂയ. അതിൽ ആര് ഓടിച്ചെല്ലുന്നേ? നീതിമാൻ ഓടിച്ചെല്ലുന്നു, അവൻ ആൻഡ് ഈസ് സേഫ്. അതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത ഒരു ഇതാ, ആൻഡ് ഈസ് സേഫ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. ദൈവത്തിന് ദീസ് ആർ ദ പ്രോമിസസ്. ഇതിൽ വിശ്വസിക്കുന്നവനാണ് നീതിമാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ളവൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവൻ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഇതെല്ലാം അനുഭവിക്കും. നമ്മളെല്ലാം വിടിരിക്കുന്നില്ലേ? വി ആൾ ഹിയർ. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ തന്നെയാണ്. ആ ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചുള്ള ആ ഒരു 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 ഷേപ്പ് അല്ലെങ്കിൽ ഒരു സൈസ് നമുക്കറിയാമെങ്കിൽ മാത്രമേ അതിൻ്റെ ഗ്രേറ്റ്നെസ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ഒന്നുമില്ല. ദൈവത്തിന് നമുക്ക് അറിയാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. ഹല്ലേലൂയ. അതെ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആരാണ് നീതിമാൻ? ഹല്ലേലൂയ. വേദപുസ്തക പ്രകാരം ആരാണ് നീതിമാൻ? എസെക്കിയേലിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? എസെക്കിയേലിൻ്റെ പുസ്തകം 18:9. എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും നേരോടെ നടക്കുന്നവൻ അവൻ നിശ്ചയമായും ജീവിച്ചിരിക്കും. അപ്പോൾ
എൻ്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്യുന്നവൻ നേരോടെ നടക്കുന്നവൻ നീതിമാൻ. വി വിൽ ഹാവ് ടു ഇതൊക്കെ നമ്മൾ പഠിച്ച് അകത്ത് വെച്ചേക്കണം. പഠിച്ചാണ് ഇതെല്ലാം കോട്ടിങ്ങാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യ, നല്ലത് എന്തെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാനും അല്ലാതെ ഞാൻ നിന്നോട് എന്താവശ്യപ്പെടുന്നു? ദൈവം വേറെ വല്ലതും ആവശ്യപ്പെടുന്നുണ്ടോ? ദൈവം നല്ലതൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ വഴിയിൽ കൂടി നാം നടന്നാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നല്ല നീതിമാൻ ആരാണെന്നുള്ളൊരു ഡെഫിനിഷൻ, ദൈവത്തിന് സ്തോത്രം. ഞാൻ നീതിമാൻ ആരാണെന്നുള്ളൊരു ഡെഫിനേഷൻ ഒരുപാട്, ഈ നീതിമാനെ കുറിച്ച് ഒരുപാട് ബൈബിളിലുണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ഈ ഒരു കൃത്യമായ ഡെഫിനേഷന് വേണ്ടി ഞാൻ നോക്കി. പക്ഷേ ഇത് എലാബറേറ്റ് ചെയ്താൽ വി ക്യാൻ സ്റ്റിൽ ടേക്ക് ടു ദ അതർ വേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നീതിമാൻ ആരാണെന്ന് നമുക്ക് മനസ്സിലായി. ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കുക. ദൈവത്തിന് സ്തോത്രം. അതൊക്കെ നമ്മൾ പലരോടും പറയുമ്പം പലർക്കും അത് ഇഷ്ടപ്പെടാതെ പോയെന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. 15-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് എന്തുവാ? യഹോവേ, നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? ഹല്ലേലൂയ. നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ വസിക്കും? നിഷ്കളങ്കനായി നടന്ന്, നിങ്ങളൊക്കെ ഇതൊക്കെ പറയണം, കൂടെ പറഞ്ഞു. ഞാനതുകൊണ്ടാണ് ഞാൻ നിർത്തി പോകുന്നത്. ഹല്ലേലൂയ. ആരൊക്കെ പറയുന്നുണ്ടെന്നറിയാനും എനിക്കും അതൊരു മുന്നോട്ട് പോകാനൊക്കെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. ചില ആളുകളോട് നമ്മൾ സംസാരിച്ചാലേ വി ക്യാൻ നെവർ ഹിയർ ദ ട്രൂത്ത് ഫ്രം ദം. തെക്കോട്ട് പോകുകയാണെങ്കിൽ വടക്കോട്ട് പോകാമെന്ന് പറയും, വടക്കോട്ട് വന്ന് കഴിക്കണം. ദെയർ ആർ പീപ്പിൾ ലൈക്ക് ദാറ്റ്. ദൈവത്തിന് സ്തോത്രം. അതൊന്നുമല്ല ഇത്. ഇറ്റ്സ് എ പ്രാക്ടീസ്. ദൈവവചനം നിഷ്കർഷിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ നാം കൃത്യമായിട്ട് അത് ഫോളോ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ ഐ ഡോണ്ട് തിങ്ക് വി വിൽ ഫോൾ. ഈ ടൈംസിൽ എത്താനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദാവീദ് തൻ്റെ ആ വീക്ഷണം ആണ് അവിടെ പറയുന്നത്. എന്നാൽ ദാവീദ് വളരെ കൃത്യതയുള്ള ഒരാളാണ്. ഹല്ലേലൂയ. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിനെ കുറിച്ച് ദൈവം പറഞ്ഞാണ്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദ് എത്ര എടുത്താണെന്നറിയാവോ? ദാവീദിൻ്റെ സങ്കീർത്തന ഭാഗങ്ങളിലൊക്കെ അങ്ങോട്ട് നോക്കിയാൽ, ഹല്ലേലൂയ, ഞാൻ ജനറലായിട്ടാണ് പറയുന്നത്, നോക്കിയാൽ എത്ര ഹൈ ഇൻറ്റൻസിറ്റി, വളരെ ഡെപ്തുള്ളതായിട്ടുള്ള കാര്യമാണ് ഹല്ലേലൂയ ദാവീദ് അവിടെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അതെ, ജെനസിസ് 17:1 വായിക്കാമോ? ഒന്ന് ജെനസിസ് 17:1, 17 വേഴ്സ്. നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. വാക്ക് ബിഫോർ മീ ബ്ലെയിംലെസ്. ഹല്ലേലൂയ. ഇത് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ലിവിങ് സിറ്റുവേഷൻ ഞാനൊക്കെ കണ്ടിടത്തോളം ഒരു തെറ്റും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ സിറ്റുവേഷൻസ് ഇല്ല. അത്രത്തോളം ഇൻട്രാക്ഷൻസ് പബ്ലിക്കലി കുറവാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. ഐ ഡോണ്ട് നോ വെദർ ഐ ആം കറക്റ്റ് ഓർ നോട്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എൻ്റെ ദൈവം അബ്രഹാമിനെ വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, എൻ്റെ വാക്ക് ബിഫോർ മീ ബ്ലെയിംലെസ്. ഹല്ലേലൂയ. സ്തോത്രം. അബ്രഹാമിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കണ്ടീഷൻ അവിടെ വെച്ചു. ഈ കാര്യം നമ്മളോട് ഇന്ന് പറഞ്ഞാൽ, ഇഫ് ഗോഡ് ഈസ് കോളിങ് us ടുഡേ ആൻഡ് ടെല്ലിങ് ദിസ് ടു us, ഇന്ന് നമ്മളെ വിളിച്ച് പറഞ്ഞാൽ നമ്മളത് ഏബിളാവുമോ ചെയ്യാനായിട്ട്? ദൈവത്തിന് സ്തോത്രം. ചെയ്യാനായിട്ട് ഏബിളാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതെ, അബ്രഹാം 15-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് അബ്രഹാമിനോട് എന്തോ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പച്ചയായിട്ട് വിശ്വസിച്ച്
ഹല്ലേലൂയ, എവിടേക്ക് കൊണ്ടുപോകുന്നു എന്നറിയാതെ പുറകെ പോയ ഒരാളാണ് ദൈവത്തിന് സ്തോത്രം അബ്രഹാം. അതുകൊണ്ട് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് അവനെ നീതിയായിട്ട് കണക്കിട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു വ്യക്തി നീതിമാനാകുന്നത് എങ്ങനെയാണ്? ദൈവത്തിൽ വിശ്വസിക്കുക, അവൻ്റെ വഴികൾ തേടുക, അവൻ്റെ കൂടെ പോവുക. ഹല്ലേലൂയ, അവൻ കൊണ്ടെത്തിക്കുന്നത് മഹത്വകരമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഒരുപാട് നീതിമാന്മാരെക്കുറിച്ച് പല ആളുകൾ ഒരുപാട് പേരെ വേദപുസ്തകം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, നീതിമാൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നീ ഒരു വാക്യം കൂടെ എന്നെ പറയുവാനായിട്ട്, ഞാൻ അത് ചിന്തിച്ചല്ലെങ്കിൽ പറയുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്കത് പറയുവാനായിട്ട് തോന്നുന്നു. ജെനസിസ് 18:19 വാക്യം ഒന്ന് വായിക്കാം. അതുകൂടെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാൻ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ജെനസിസ് 18:19. ഹല്ലേലൂയ. അബ്രഹാമിനെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? ഇനി ആ തിരഞ്ഞെടുപ്പ് ഞാനിവിടെ പറയാൻ. അബ്രഹാമിനെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, ദൈവം തിരഞ്ഞെടുത്തത് അവനെ നിവർത്തിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം വരുവാനുള്ള തലമുറയോട്, ബാക്കി പറഞ്ഞേ, കുടുംബത്തോട് നീതി ന്യായവും പ്രവർത്തിക്കുവാനും യഹോവയുടെ വഴികളിൽ നടക്കുവാനും കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തു. There is an aim for the election. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തത് വരുവാനുള്ള തലമുറയോട് ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കുവാനും നീതി ന്യായവും പ്രവർത്തിക്കുവാനും അവരെ ദൈവത്തിൻ്റെ വഴികളിൽ നടത്തുവാനുമായിട്ട് അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. എന്താണ്? ഹല്ലേലൂയ. അബ്രഹാമിനെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം മനസ്സിലായില്ലേ? യോഹന്നാൻ എൻ്റെ സുവിശേഷത്തിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തൊന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും ഫലം നിലനിൽക്കേണ്ടതിനും. ദൈവത്തിന് സ്തോത്രം. തിരഞ്ഞെടുപ്പിനൊരർത്ഥമുണ്ട്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, വി ആർ ഹിയർ ദിസ് മോർണിംഗ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടവരോട് നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ശോധന ചെയ്യണം. നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്തം നമുക്കുണ്ട്. അമേരിക്ക, എനിക്കറിയാം, വളരെ വെരി ഡിഫറെൻറ്റ് കൾച്ചർ ഹിയർ. ദൈവത്തിന് സ്തോത്രം. എന്നാലും ഹല്ലേലൂയ, അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് ഇവിടെ ആക്കിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മുന്നിൽ ഹല്ലേലൂയ ആരൊക്കെ ഉണ്ടോ, ഹല്ലേലൂയ, നമ്മുടെ മക്കൾ അറ്റ്ലീസ്റ്റ് ഹല്ലേലൂയ അവരോട് ദൈവത്തിൻ്റെ പദ്ധതി പറഞ്ഞു കൊടുക്കുവാൻ, ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, ദൈവം പ്രവർത്തിച്ച വഴികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ഉള്ള ദൈവത്തിൻ്റെ സ്തോത്രം റെസ്പോൺസിബിലിറ്റി ദൈവം നമുക്ക് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതാരും മറന്നു പോകരുത് എന്ന് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇനി യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചാട്ട് ആരെങ്കിലും ഒന്ന് ഉറച്ച് വായിക്കണം. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. എന്താ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്? വെറുതെ എഴുതി വെക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. വെറുതെ എഴുതി വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ തന്നെയായിരുന്നു. ദേഹോഭക്തനായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെ ബൈബിൾ സാക്ഷ്യം പറഞ്ഞിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ കാണുവാനായിട്ട് ദൈവം സാത്താനോട് സംസാരിക്കുന്നതായിട്ടുള്ള വിഷയമുണ്ട്. എൻ്റെ ദാസനായ യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ചോദിക്കുന്നുണ്ട്.
ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചു പോയെന്ന് സാത്താനോട് ചോദിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവിടെയും ദൈവത്തിന് സ്തോത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ ആ ഇടപെടൽ, ഓരോ വ്യക്തിയോടുള്ള ഇടപെടൽ, ഓരോ വ്യക്തിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഓരോ വ്യക്തിയും ദൈവം എങ്ങനെ വേ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ ഒന്ന് വായിക്കാം പെട്ടെന്ന്. സക്കറിയാവെന്ന് പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഗരോൻ്റെ പുത്രിമാരിൽ ഒരുത്തിയായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്ന് പേര്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരും നടക്കുന്നവരുമായിരുന്നു. പുതിയ നിയമത്തിൽ സക്കറിയാവിനെക്കുറിച്ചും എലിസബത്തിനെക്കുറിച്ചും ഹല്ലേലൂയ പറയുന്ന വാചകങ്ങളാണ് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഇത് കൃപയുടെ കാലമാണ്, കർത്താവ് വന്നു രക്തമൊക്കെ കൊടുത്തു നമ്മയൊക്കെ വീണ്ടെടുത്തു, അതുകൊണ്ട് ഹല്ലേലൂയ അത്രത്തോളമുള്ള ഒരു ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും പുതിയ ക്രിസ്ത്യ ജീവിതത്തിന് ഉണ്ടാകില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയുള്ളവർ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് നാം ഏത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഏത് വിധത്തിലായിരിക്കുന്നു, നമ്മുടെ ഐഡൻറ്റിറ്റി ഏത് വിധത്തിലായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നാം ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഒരു അനുഭവം ഹല്ലേലൂയ പുതിയ നിയമ അനുഭവത്തിൽ നോക്കുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങളിൽ, റോമർ 3-ന്റെ 24-25 പെട്ടെന്ന് വായിച്ചാട്ടാരും. ഹല്ലേലൂയ. അവൻ്റെ കൃപയാൽ ക്രിസ്തയേശുവിലൂടെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെട്ടത്. നാം ഇവിടെ ഹല്ലേലൂയ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടവരായി ഇവിടെ ആയിരിക്കാൻ, ദൈവത്തെ ആരാധിപ്പാനായിട്ട് കഴിയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ക്രിസ്തുയേശുവിൽ കൂടിയുള്ള വീണ്ടെടുപ്പ് മൂലമാണ് ഹല്ലേലൂയ നാം നീതീകരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഹല്ലേലൂയ നാം നീതീകരിക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് പാപമോചനം പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കുന്ന നാം ഹല്ലേലൂയ സ്തോത്രം നീതീകരിക്കപ്പെട്ടവരാണ്. അതേ പോൾ പറയുന്നത് 2 തിമോഥെയോസ് 4:7-8 എന്ന് പറഞ്ഞാട്ടെ, വായിച്ചാട്ടെ പെട്ടെന്ന്. 2 തിമോഥെയോസ് 4:7-8. ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ഈ ആത്മീയ ജീവിതത്തിൽ, ഈ വിശ്വാസഗോളത്തിൽ ആയിരിക്കുന്ന നമുക്ക് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ദൗത്യം നാം പൂർണ്ണമായി പൂർത്തീകരിച്ചാൽ നീതിയുടെ കിരീടം പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതിനകത്തൊരു വേർഡൂടെ ഞാൻ ആഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ സ്തോത്രം, നമ്മളത് മിസ് ചെയ്യരുത്. ഹല്ലേലൂയ. നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നില്ല, നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു. ദാറ്റ് ഈസ് എ അൾട്ടിമേറ്റ് എസൻസ് പാർട്ട് ഓഫ് ലീഡിങ് ക്രിസ്ത്യൻ ലൈഫ് അല്ലേ? ആണ്. നിത്യതയിൽ വന്നില്ലെങ്കിൽ, നീതിയുടെ കിരീടം പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നമുക്ക് ഹല്ലേലൂയ നാം ഈ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമായി പോരും. ആർക്കും അത് ലഭിച്ചില്ല എന്ന് വരാതിരിപ്പാൻ
പൂർണ്ണ സ്ഥിരതയോടെ ഓട്ടം ഓടുവാനായിട്ട് നമുക്ക് കഴിയണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഏതെല്ലാം ഘട്ടങ്ങൾ വന്നാലും, ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്, ദൈവത്തെ നോക്കി പാർത്തുകൊണ്ട് മുന്നോട്ട് പോകുമെങ്കിൽ ദൈവം നമുക്ക് സഹായിയായി എപ്പോഴും നമ്മോടുകൂടെ ഇരിക്കും. നമ്മൾ ഒരു നാളും അവൻ കൈവിടുന്ന ദൈവമല്ല, ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അവസരം നന്നായിട്ടുള്ള സഭയോടും ദൈവദാസനോടും മറ്റുള്ളവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.